ഇതുപോലൊരു വെറൈറ്റി കുമ്പിളപ്പം തയ്യാറാക്കിയിട്ടുണ്ടോ? അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വേഗം വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് എടുക്കുന്നത്. അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ല തിളച്ച വെള്ളമാണ് വേണ്ടത്. തിളച്ച വെള്ളം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ വെള്ളം കൂടി പോകരുത്. നമ്മൾ സാധാ ഇലയടൊക്കെ ഉണ്ടാക്കാൻ കുഴച്ചെടുക്കൂലേ, ആ ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റ് ഞാനൊരു 4 എടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിൽ. അപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകി വെച്ചതാണ്. നമുക്ക് ചെറുതായി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയും അതുപോലെ പഞ്ചസാരയും പിന്നെ നമ്മുടെ മാവ് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതും, പിന്നെ പ്ലാവില, നല്ല പച്ച പ്ലാവിലയാണ് എടുത്തിട്ടുള്ളത്. പച്ച പ്ലാവിലയും അതുപോലെ പച്ച ഈർക്കിളും കൂടെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചതോ അല്ലെങ്കിൽ ഏലക്ക ഒന്ന് ചതച്ചതോ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 ഏലക്ക നല്ലപോലെ ഒന്ന് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിരകി വെച്ച തേങ്ങ ഉണ്ടല്ലോ, അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര മധുരത്തിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടെങ്കിൽ അതിനൊരു എന്താ പറയുക നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് തീയൊക്കെ ഓഫ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കുമ്പിൾ റെഡിയാക്കി എടുക്കാം. പ്ലാവിലത് അതുപോലെ കുമ്പിളാക്കിയിട്ട് നമ്മൾ ഈർക്കിളി ഇതുപോലെ ഒന്ന് കുത്തി വെച്ചാൽ മതി കേട്ടോ. ഇനി നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് നമുക്ക് ഈ ഒരു കുമ്പിളുണ്ടല്ലോ അതിലേക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ തേങ്ങയും ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ, ആ ഒരു മിക്സ് ഇതിലേക്ക് നിറയ്ക്കാനുള്ള ആ ഒരു സ്പേസ് കൂടെ വിട്ടിട്ട് വേണം നമ്മളിതിലേക്ക് മാവ് നിറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വല്ലാതെ മാവ് കയ്യിൽ ഒട്ടി പിടിക്കുകയാണെങ്കിൽ കയ്യിൽ ലേശം വെള്ളമാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് നിറച്ചതിന് ശേഷം കുറച്ച് മാവ് ഇതുപോലെ ഇതിന് മുകളിലേക്ക് കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ഇലയിലും മാവ് നിറച്ചതിന് ശേഷം
ഒരു ഇഡ്ഡലി തട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാനൊരു തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച കുമ്പിളപ്പം വെച്ച് കൊടുക്കാനായിട്ട് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഓറഞ്ച് കളറൊക്കെ ക്യാരറ്റിൻ്റെ നല്ലൊരു കളറും ഒക്കെ നല്ലൊരു അടിപൊളി കുമ്പിളപ്പം തന്നെയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും